ഇന്ദ്രിയാണാമധിഷ്ഠാത്രീ ഭൂതാനാമഖിലേഷു യാം ഭൂതേഷു സതതം തസ്യേ വ്യാപ്തേ ദേവ്യേ നമോ നമഃ. ഇന്ദ്രിയാണാം അധിഷ്ഠാത്രീ ഭൂതാനാം അഖിലേഷു യാം ഭൂതേഷു സതതം തസ്യേ വ്യാപ്തേ ദേവ്യേ നമോ നമഃ. യാ ഏതൊരു ദേവി അഖിലേഷു ഭൂതേഷു എല്ലാ ഭൂതങ്ങളിലും ഇന്ദ്രിയാണാം ഇന്ദ്രിയങ്ങൾക്കും ഭൂതാനാം പഞ്ചഭൂതങ്ങൾക്കും അധിഷ്ഠാത്രി അധിഷ്ഠാനമായ ചൈതന്യമായി വർത്തിക്കുന്നുവോ വ്യാപ്തേ വ്യാപ്തിരൂപിണി ആയിരിക്കുന്നുവോ തസ്യേ ദേവിയെ ആ ദേവിക്കായിക്കൊണ്ട് സതതം നമോ നമഃ എല്ലായ്പ്പോഴും വീണ്ടും വീണ്ടും നമസ്കാരം. എല്ലാ ഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങൾക്കും പഞ്ചഭൂതങ്ങൾക്കും അധിഷ്ഠാത്രിയായി വർത്തിക്കുന്ന വ്യാപ്തിരൂപിണിയായ ആ ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ലോകത്തുള്ള എല്ലാ പ്രാണികളും ജഡവസ്തുക്കളും പഞ്ചഭൂതങ്ങളുടെ സമ്മേളനം കൊണ്ട് രൂപപ്പെട്ടവയാണ്. പ്രാണികളിൽ ജീവാത്മാവ് ശരീരത്തിൻ്റെ ഉൽപ്പത്തി വളർച്ച നാശം എന്നിവയ്ക്ക് കാരണമായി പ്രവർത്തിക്കുന്നു എന്നതാണ് ജഡവസ്തുക്കളിൽ നിന്ന് പ്രാണികൾക്കുള്ള വ്യത്യാസം. ജീവികളെ പോലെ ജഡമെന്ന് നാം കരുതുന്ന വസ്തുക്കൾക്കും ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും ഉണ്ട്. ഈ സ്തോത്രത്തിൽ സർവഭൂതേഷു എന്ന് പറയുന്നിടത്തെല്ലാം പ്രാണികളിൽ എന്ന് വ്യാഖ്യാനിക്കണം. സർവപ്രപഞ്ചവും ദേവീ ചൈതന്യമായിരിക്കെ അചേതന സചേതന വിഭാഗം ഉപരിപ്ലവം മാത്രമാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ചിന്തയും സുഖദുഃഖാദികളും ഉൽപ്പത്തിയും സ്ഥിതിയും നാശവുമുള്ള എല്ലാത്തിനും ഉണ്ടെന്ന് തന്നെയാണ് ഋഷിമാർ സ്ഥാപിക്കുന്നത്. ജന്തു എന്ന ശബ്ദത്തിന് ജനനമുള്ളത് എന്നാണ് അർത്ഥം. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവ അഞ്ചും വഴിയാണ് മനുഷ്യൻ ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചും തന്നെക്കുറിച്ചുമുള്ള അറിവ് നേടുന്നത്. ഇവ അഞ്ചും ബാഹ്യങ്ങളായ അവയവങ്ങളാണ്. കാണുകയും കേൾക്കുകയും ഘ്രാണിക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതികളെ ബുദ്ധിയിലെത്തിക്കുന്ന നാഡീവ്യൂഹങ്ങളുമുണ്ട്. മസ്തിഷ്കത്തിൽ ഈ അനുഭൂതികൾ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. അവയെ മൊത്തത്തിൽ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു. കണ്ണുകളിലൂടെ ലഭിക്കുന്ന അറിവ് ബുദ്ധിയിലെത്തിക്കുന്ന നാഡീവ്യൂഹവും അതിൽ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗവും ചേർന്നതാണ് നേത്രേന്ദ്രിയം. അതുപോലെ ശബ്ദബീജികൾ സ്വീകരിക്കുന്ന കാത് എന്ന അവയവവും അതുമായി ബന്ധപ്പെട്ട നാഡീപടലവും മസ്തിഷ്ക ഭാഗവും ചേർന്നാണ് ശ്രവണേന്ദ്രിയം. ഇതുപോലെ ഘ്രാണേന്ദ്രിയം, രസനേന്ദ്രിയം, ത്വഗ്ഗേന്ദ്രിയം എന്നിവയും ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ബുദ്ധിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നിവയാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. സംഭാഷണം, പ്രവൃത്തി, ചലനം, വിസർജനം, സംഭോഗം എന്നീ കർമ്മങ്ങൾക്കുള്ള ഉപകരണങ്ങൾ ആയതുകൊണ്ടാണ് ഇവയെ കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് 11 തത്വങ്ങളും പ്രവർത്തിക്കുന്നതും വിശ്രമിക്കുന്നതും ശരീരത്തിൻ്റെ ഇച്ഛ അനുസരിച്ചല്ല. ഈ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ശക്തി പരാശക്തി തന്നെയാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഇവ ചേർന്നാണ് ഭൂമിയിലുള്ള പ്രാണികളുടെ ശരീരം ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് എന്നതുപോലെ പഞ്ചഭൂതങ്ങൾക്കും അധിഷ്ഠാത്രി പരാശക്തി തന്നെയാണ്. എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന അഥവാ എല്ലാമായി വ്യാപിക്കുന്ന ആ ദേവിക്കായി വീണ്ടും വീണ്ടും നമസ്കാരം.